അടിപൊളി തെച്ചിപ്പൂ കണ്ടാലോ. അപ്പോൾ ഇതാ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു 4-5 കളർ തെച്ചിപ്പൂ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഏതെങ്കിലും തെച്ചി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം അതിൻ്റെയൊക്കെ പൂ കണ്ടില്ലേ. ഒന്ന് ഇതാ, അടുത്തത് ഇതാ, രണ്ടാമത്തെ 2 കളർ കൂടിയേ. അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു ഫുള്ളായിട്ട് നിൽക്കുന്ന ഈ ഫുള്ള് ചെടിയാട്ടോ തരുന്നത്. ഇത് മൊത്തത്തിലുള്ളതിനാണ് 250 രൂപ. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ വെള്ള ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കേട്ടോ. പിന്നെ സെപ്പറേറ്റ് വീഡിയോയോ ഫോട്ടോയോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരുന്നുണ്ട്. ഇതാ അതിൻ്റെ റോസ് പൂവുള്ളതും ഇനി പൂ വിരിയാനുള്ള മുട്ടുള്ളതും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ അതിൻ്റെ മഞ്ഞ. അങ്ങനെ ഈ ഒരു 4-5 വിധമാണ് ഉള്ളത്. ഇത് ഒരുപാടൊന്നുമില്ല, കാണിച്ച അത്രയൊക്കെ തന്നെ ഉള്ളൂ. ചിലതൊക്കെ 2-3 എണ്ണം ഉണ്ട്. അപ്പം അടുത്തതാ ഈ നാരങ്ങല്ലേ. ഇത് വെള്ളം കലക്കാനും ഇങ്ങനെ ജ്യൂസ് അടിക്കാനൊക്കെ പറ്റുള്ളൂ. തിന്നാൻ നല്ല പുളിയായിരിക്കും. അപ്പം ഇതും ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു തൈക്ക് 200 രൂപയാണ്. കുറേ കായ ഉള്ളതും ഉണ്ട്, കുറച്ച് കായ ഉള്ളതും ഉണ്ട്. ഇതിങ്ങനെ ചട്ടിയിൽ വളർത്താൻ തന്നെ നല്ല ഭംഗിയാട്ടോ. എപ്പോഴും ഇതിന് ഇങ്ങനെ കായ ഉണ്ടാവുകയും ചെയ്യും. കണ്ടില്ലേ, ചിലതിലൊക്കെ കുറേ കായകളുണ്ട്. ഇത് അത്യാവശ്യം വലിയതാവും കേട്ടോ. വലിയ മരമല്ല, എന്നാലും വലുതാവും. വലിയ ചട്ടിയിലൊക്കെ വെച്ചാൽ മതി. ഇതിൻ്റെ ഒരു വലിയതും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിലുള്ളതാണ്. ഇനി കായ ഇല്ലാത്തത് വേണമെങ്കിൽ അതും തരുന്നതായിരിക്കും. ഇതിൻ്റെ ചെറിയ തൈകൾ. കായ ഉള്ള തൈകൾക്കാണ് 200 രൂപ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വലിയ തൈയാണ് കാണിച്ചു തരാം. കണ്ടോ, നിറച്ചും കായുണ്ട്. ഇതിപ്പോൾ ഒരു കവറിലാണ് ഉള്ളത്. ഈ ഒരു കവറിലാണ് ഇതും കേൾക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്തവരൊക്കെയാണ് ഇതുപോലെ കവറിലോ വലിയ ചട്ടിയിലോ വെച്ചാലും മതി. നിലത്ത് വെക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ. നിലത്തൊക്കെ വെക്കുമ്പോൾ ഇത് ഒരുപാട് നല്ല വലിപ്പം വെക്കും. പിന്നെ അതാ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് സ്വതവേ എല്ലായിടത്തും കാണുന്നതാണ്. ഞങ്ങളിവിടെ തോട്ടവാഴ എന്നൊക്കെ പറയും. ഇതിന് വേറെ പേരൊക്കെ ഉണ്ടാവും. സാധാരണ തോട്ടവാഴയ്ക്ക് ഒറ്റ കളറിലുള്ള ഇലയാണല്ലോ ഉണ്ടാവുക. ഇതിൻ്റെ ഇലയ്ക്കാണ് പ്രത്യേകത. നല്ല ഭംഗിയില്ലേ, ഒരു സൈസ് ഇങ്ങനെ ലൈനായിട്ടുള്ള. ഇത് ചില കലാത്തിയൊക്കെ ഇല്ലേ ഇങ്ങനത്തെ ഒരു ലൈനുള്ള. അപ്പം ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 3 എണ്ണമല്ലേ ഉള്ളൂ, പറഞ്ഞാൽ മതി. തെച്ചിയാണെങ്കിൽ തെച്ചി, നാരങ്ങയാണെങ്കിൽ അത്, ഈ തോട്ടവാഴയാണെങ്കിൽ അത്. അപ്പം മെസ്സേജ് അയച്ചാൽ മതി. ഓക്കേ.